രാവിലെ ഇടയ്ക്ക് ഒരു ദിവസം എഴുന്നേക്കാൻ താമസിച്ചു, ആരും വിളിച്ചില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ അലാറം വെച്ച് വെക്കുക. അല്ലെങ്കിൽ അലാറം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ചീത്ത പറയുന്നു. ഇപ്പോൾ ഒന്നും മിണ്ടാനും വയ്യ. അവിടുത്തെ അലാറം കഴിയുമ്പോൾ ഇവിടുത്തെ തുടങ്ങും. ഒന്ന് ഗൂഗിളിലും ഒന്ന് അലക്സയിലുമാണ്. ഇവൻ വരുന്നേ ഉള്ളൂ, കണ്ടോ. അതുകൊണ്ട് എന്നാലും എഴുന്നേറ്റേ പറ്റുള്ളൂ. ഇത് തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇങ്ങനെ തന്നെ പോകും. അത് നീ വന്ന് നിർത്തണം. മതി. എഴുന്നേറ്റ് നിർത്താൻ അത് വേണ്ട, വന്നങ്ങ് നിർത്തിയാൽ മതി. Alexa, stop. Now, if you have any chores to do at home, do them. Okay. No. ഏ എന്നാ രാവിലെ നീ സ്കൂളിൽ പോകുന്നില്ലെന്നാ? അലാറം വെച്ച് എന്നെ പഠിപ്പിക്കുക. നീ തന്നെയല്ലേ പറഞ്ഞ ഒരു ദിവസം എഴുന്നേക്കാൻ വന്നപ്പം ആരും വിളിച്ചില്ലെന്ന്. ഞാൻ എന്റെ ഫോണിൽ വെക്കുമല്ലോ. നടക്കുന്ന കേസല്ലല്ലോ അത്. ഇപ്പൊ ഗൂഗിൾ ഉണ്ടോ, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ നിന്നെ ഹോസ്പിറ്റലില് ഞങ്ങളുടെ അവിടെ മുറിയില് ഒരു പയ്യന് ഇതുപോലെ അലാറം വെച്ച് അവന്റെ ഫോണില്. അവനൊഴിച്ച് ബാക്കിയുള്ള എല്ലാരും എണീറ്റ്, അവൻ മാത്രം വിളിക്കും. അതെനിക്കറിയാം, അതുകൊണ്ടാണ് അതെനിക്കറിയാവുന്നതുകൊണ്ടാണ് ഫോണിൽ വെക്കാതെ ഈ ഗൂഗിളിലും അലക്സയിലും മാറി മാറി. അതുകൊണ്ട് ഇവിടെ വരാതെ നിനക്ക് ഇത് ഓഫ് ചെയ്യാനും പറ്റത്തില്ല. എനിക്ക് ആളുണ്ട്, ഞാൻ ഭൂതഗണങ്ങളെ വിട്ടതുണ്ടോ, ഓഫാക്കിട്ട് പോയതുണ്ടോ, പക്ഷെ അവർക്ക് ഡിസ്റ്റർബൻസ് ആയി തോന്നി. അപ്പോൾ മനസ്സിലായോ? മനസ്സിലായി. എന്നെ തോപ്പിക്കാൻ പറ്റില്ല മക്കളെ. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും വീട്ടുകാര് കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ എന്നെ അലാറം വെച്ച് പിടിപ്പിക്കണ്ടായി. അപ്പൊ ശ്യാമളമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലേ? ശ്യാമളമ്മയോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ശ്യാമളമ്മയ്ക്ക് ഒന്നാമത്തെ കാര്യം ശ്യാമളമ്മയോട് പറഞ്ഞു വേറൊരു അറ്റാക്കും കൂടെ പ്രഷർ എല്ലാം കൂടെ കൂടും. അല്ലെ തന്നെ പ്രഷർ കൂടുതലാ. അത് തന്നെ നെഞ്ചുവേന വന്ന ആശുപത്രിയിലാണെന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞോട്ട് ഈ ഉച്ചയ്ക്കൊക്കെ വേദന എടുക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങി. നമ്മൾ ശ്യാമളമ്മയോട് പറഞ്ഞേക്കുന്നത് അറ്റാക്കിന് ചെറിയൊരു ആരും ശ്യാമളമ്മയ്ക്ക് വന്ന പോലെ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞോളൂ. പിന്നെ ഗ്യാസ് എന്തൊക്കെയോ അമ്മ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു, അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ട് അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ പറഞ്ഞു. ഇതായിരുന്നു അത് പറഞ്ഞു. എന്നാത്തിന് പിന്നെ വന്നു കഴിയുമ്പോ അങ്ങ് പറയും, കാരണം ഇത് ചെയ്യുമ്പോ അറിയണമല്ലോ. അതിൽ ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് അമ്മയ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് വെറുതെ വലിയ സീരിയസ് ഒന്നും അല്ലെന്നാ വിചാരിച്ചേക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കുമല്ലോ. പിന്നെയാണ് ഐസിയുലൊക്കെ ഇട്ടത്. ഐസിയുലായിരുന്നു അമ്മയ്ക്ക്. അമ്മയോട് പറഞ്ഞതനുസരിച്ചേ ഉള്ളൂ. അമ്മയോട് വേറെ രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ചെറുപ്പമൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആവുന്ന. ഇപ്പൊ തന്നെ അമ്മ പറഞ്ഞറിയോ, മറ്റേ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ചെറുപ്പമായതുകൊണ്ട് പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേക്കുന്നത്. വീഡിയോ കാണത്തില്ലല്ലോ അവിടെ കൊണ്ട് നമുക്ക് തിരിച്ചു വരും. പക്ഷെ അല്ല മാത്രം ഇവിടെ വന്നു കഴിയുമ്പം പറയും. അങ്ങനെ പറയാലോ, എന്നാലും ശ്രദ്ധിച്ചു. നിനക്ക് ഏതെങ്കിലും ക്യാമറ എടുത്താ പോരെ? സംസാരിക്കുന്ന സമയം
കൊച്ചിന് ഇത്ര ഇട്ട് കൊടുത്തേ. ഞാൻ തിന്നോളല്ലേ. സൂപ്പർ. ഞാൻ കണ്ടോ ആ തിന്നണം, രാവിലെ എഴുന്നേക്കണം. അലാറം അടിച്ചപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങല്ലേ. ഇരുന്നാനുള്ള സമയമില്ല. അപ്പോൾ സങ്കടം ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. എനിക്കിനും പൊട്ടുന്ന മുടിയും കെട്ടിയാൽ മതി. അലാറം അടിച്ചപ്പോൾ എഴുന്നേപ്പിക്കാൻ നോക്കിയപ്പോൾ നീ വിളിച്ചപ്പോൾ എന്നാ പറഞ്ഞേ? ആ ആ ആ ആ ആ അപ്പം അങ്ങനെ വേണം. ഓ ഓ ഓ അങ്ങനൊന്നും അല്ല, വിട്. ആ ഇത് കയറ്റ് ഇവിടെ. ഹാ ഈ കൈ ഹാ എന്തോന്നടി കാണിക്കുന്നത്? എനിക്ക് അങ്ങനെ വേണ്ടല്ലോ, അവള് പഠിക്കണ്ട ഇടാൻ. നാളെ വരുന്നുള്ളോ? കണ്ടോ മുഖത്തൊക്കെ എന്തുവാ അത്, പൗഡറൊക്കെ ഇരിക്കുന്നു. നാളെ വരുവുള്ളോ? അയ്യോ അങ്ങനെ പറയില്ലേ, കുഞ്ഞു വൈകിട്ട് വരണം. സിംബ അതേണ്ടേ എടാ വാ. സിംബ അവൻ രാവിലെ എന്തൊക്കെ കഴിച്ചു. ചാരം എടുത്തേക്ക്. ഓക്കെ. നിന്റെ അപ്പ എന്ത് ചെയ്യാൻ ആർക്കറിയാം. വാ അപ്പൊ വരും. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. അപ്പ വരട്ടെ, അപ്പ വരട്ടെ, അവിടെ നിൽക്ക്. ആ വേണ്ട, നീ വീഴത്തില്ലെന്ന് പറഞ്ഞാൽ നീ ആരോടാ പറയുന്നത്? ആ വാ 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 വാ. ഇതൊരു സിംഗോ? ആ എന്നെ പേടിപ്പിക്കണോ? ഞാൻ പേടിച്ചോട്. പിന്നെ ബസ്സൊക്കെ വരും. ബസ് എന്നാ വരാത്തന്നാ? ഇങ്ങോട്ട് വരുമോ ബസ്? ഉണ്ടോ, സമയമില്ല നമുക്ക്. അവിടെ കാണും. ചോറുണ്ടാക്കുമായിരിക്കും, കറിയോ ചോറോ. മണൽമാവിൻ ഇല്ല, ഓട്ടോറിക്ഷ ഇല്ലല്ലോ. ആര് എപ്പം? മുണ്ടക്കേ തോട്ടയ്ക്കല്ലല്ലോ പോന്നെ, നീ നടന്നാ പോന്നെ. ഒരു പൂച്ച. എന്നാ മണം? ഉണ്ടാക്കുന്നോ? എന്നാ ഉണ്ടാക്കുന്നോ? ഇന്ന് ഒറ്റപ്പെട്ട മഴയായിരുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു വെയില്. എനിക്കറിയാവോ, നീ നിനക്ക് കിട്ടുന്ന മണമൊന്നും എനിക്ക് കിട്ടുന്നില്ല. എന്നാ പറ്റി? എന്നാ ഒന്ന് പോയാടി. എന്നാ നീ പറ. എന്നാ ഉണ്ടാക്കുന്ന? ഉഴുന്നോടെയോ? അല്ല, എന്തോ എനിക്കറിയത്തില്ല. മതി. സ്കൂളിൽ പോവാ. എന്താ ഉണ്ടാക്കിയേ? ചേച്ചി പറഞ്ഞു ചുമയാന്ന് പറഞ്ഞു. എന്താക്കിയേ? ചോറ് വെച്ച്. അവിടെ വെച്ച് ചോറ് വെച്ചേ. അടയിട്ട്. അട കറി, മീൻകറി. മീൻകറി അതൊക്കെ ചേച്ചി. ചേച്ചി പോയിട്ട് വാ. ചേച്ചി വീട്ടിലുണ്ടേ, പോയിട്ട് വായേ. നാളെ കാണാവേ. വരാം വരാം, നിൽക്കും. അവളെ കൂടെ വിടട്ടെ. ആരാണിയേ?
ഇറങ്ങാറായോ? പിന്നെ നിന്റെ പേഴ്സ് ആ ഒരു മറ്റേ ക്രീം കളർ പേഴ്സില്ലേ നിലത്ത് കിടക്കുമായിരുന്നു. നിന്റെ പേഴ്സ് ആര് തപ്പനടി പൊട്ടിയിട്ട് വെച്ചില്ലേ? ഇപ്പോഴും വാച്ചിട്, കുട വെക്ക്, എല്ലാം പറയണം അല്ലേ? പൈസ എടുത്തോ? ചന്ദനം തൊട്ടോ? ആ ഉണ്ട്. പിന്നെ ചെറുത് വേണ്ടായിരുന്നു നിനക്ക്? ചെറിയ ക്ലിപ്പ് വേണ്ടല്ലോ. വേണ്ട നോത്ത് വെച്ചിട്ടുണ്ട്. ആരുമില്ല കൂടെ പോകുമ്പോൾ എടുത്തു. എന്നാ എന്റെ ഭഗവാനെ, എനിക്ക് ഇതിനകത്തൊന്നും പറയില്ല. ബസ് ഇങ്ങോട്ടാണോ ഡി വരുന്നത്? പിന്നെ പിന്നെ ഇല്ലാതെ എന്നാ പോയാ പയ്യ വന്നാ മതി. അതിനാ ചെരുപ്പ് ഇന്ന് ഊരി ഊരി പോന്നേ? ഓ ആ അല്ല ഞാനൊരു കാര്യം, കുടയൊക്കെ മടക്കി ഞാനും അങ്ങ് പോയി തരാം. ഇത് കുട കുട നിനക്ക് വരെ ഞാൻ പോയാൽ മതി സ്കൂളിൽ. രാവിലെ ചാത്തൻ എടുത്തോണ്ട് പോയി. ചാത്തനുണ്ട്. എന്ത് ബുഷാ? കറുത്ത ബുഷ് വേണം. ക്ലിപ്പ് പോലെ അമ്മ. ഓ വലിച്ചു പറിക്കല്ലേ മൂര് വരാത്തേ. നീ തന്നെ വെക്കൂ. ഞാൻ കൈ അതിനിടയ്ക്ക് കയറി കുടയെ നശിപ്പിച്ച്. അതെ എന്റെ ട്രോയ്ക്കകത്ത് ഡയറി ഇല്ല, അതിനകത്തുനിന്ന് ഒരു 500 രൂപ എടുക്കുമോ? മറ്റേ പൈസ കൊടുത്തില്ലേ? 200 രൂപ. ബസ് വരും ബസ് താഴെ റോഡിൽ വരും. റോഡ് ആ കാണുന്ന റോഡ് വിജയമേട്ട് അപ്പുറത്തെ കടയില് മതിയോ? അവള് വരുന്നുണ്ടായിരിക്കും, പുറകെ വരും. പോയോ ചെല്ലോ? നീ എങ്ങോട്ടാ പോണ്ടേ? ആര് ആരെങ്ങോട്ടാ പോകുന്നത്? നീ അങ്ങോട്ടല്ല. അങ്ങനെ ഊരിപ്പോന്നേ? ഇല്ല. അയ്യോ അങ്ങോട്ട് ബസ്സില്ല പാവം. മറ്റേ ഷാജി കിട്ടും ആകുമ്പോൾ 2 തെറിയൊക്കെ അവരുടെ കണ്ടക്ടറുടെ വായിന്ന് കേൾക്കാം. കണ്ടക്ടറുടെ വായിന്ന് കേൾക്കാം. ഞാൻ കേട്ടല്ലേ പിള്ളേർക്ക് കിട്ടും. ആ അവളൊക്കെ എപ്പോഴാണ് വരുന്നത്? ആൽവിയൊക്കെ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണോ വരുന്നേ? ഗൗരിയൊക്കെയോ? ഗൗരിക്കില്ലല്ലേ? എൻ്റെ ചുരിദാർ ഇട്ടുകൊണ്ട് പോയേക്കുവാ. നിമിഷങ്ങൾ കൊണ്ടാണ് എന്നെ കൊണ്ട് അത് കുറപ്പിച്ചത്. പതിയെ ഓടുമൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ പറയുമായിരുന്നു ഇത് യുദ്ധമായിരുന്നു എന്ന്. സംഭവം തന്നെ. ഇനി നിന്റെ കുറവും കൂടെ ഉള്ളൂ. ഇതൊക്കെ എന്നാ പ്രശ്നം? ഇന്ന് ശാംഭവിയെ നോക്കാൻ ഡോക്ടർ സ്കൂളിൽ വരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചെറിയ ചുമയായിട്ടും കൂടെ വിടുന്നത്.
അല്ല ഇന്ന് വിടത്തില്ലായിരുന്നു, നാളെ എങ്ങാനും വിടാൻ മതി. ഞാൻ ചുമ ശരിക്കും മാറിയിട്ട് ഇപ്പം ചെറിയ ചുമയുള്ളൂ. ഇതൊക്കെ ഇവിടെ തന്നെ ചെറിയൊരു ചുമയുള്ള, എന്നാലും നാളെ വിട്ടാൽ മതിയായിരുന്നു. പക്ഷെ എന്തു പറ്റി, ഡോക്ടർ വരും എല്ലാ പിള്ളേരെയും പരിശോധിക്കാൻ കാണാൻ. അപ്പം നീ വന്നതിന് ശേഷം, നീ അവിടെ ചേർന്നതിന് ശേഷം ആദ്യം വരുവാണെന്ന് തോന്നുന്നു ഡോക്ടർ. അതുകൊണ്ട് നിന്നെ മസ്റ്റായിട്ടും വേണം. ഓ തിരിഞ്ഞൊക്കെ നോക്കി വീഴല്ലേ. ആ കല്ല് നിൽക്കാം. ഇന്ന് നാരായണ ബസ്സില്ല, അവൾ നടന്നാ പോകുന്നത്. ബസ് ഇന്ന് അവൾക്ക് കലോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ ആയതുകൊണ്ട് ബസ്സില്ല നാരായണിക്ക്. ചേച്ചി നടന്നാ പോകുന്നേ. മതിയോ മതിയോ? അങ്ങോട്ട് പോയാ തെന്നും. അവിടെ നിൽക്കുക, തെന്നും. ഇവിടെ നില്ല്. എടി അവിടെ തെന്നി. എടി അതുകൊണ്ടോ പായല് പിടിച്ച് കിടക്കണേ. തെന്നി വീഴും. അവിടെ പോയി കിടക്കണം റോഡി. ആ പറഞ്ഞാൽ കേൾക്കത്തില്ല എനിക്ക്. അവിടെ പറഞ്ഞ ഇത് അല്ല സമയമായി നോക്കട്ടെ അത്. അയ്യോ ബസ് വരാൻ സമയമായല്ലോ. വന്നോ താഴെ വന്നേക്കോ ബ്രോ. ബസ് വരേണ്ട ടൈം ആയിട്ടുണ്ട്. ഇവിടെ നിന്നില്ലേ പോരും. ആരാടി നിനക്ക് അറിയത്തില്ല? ആ പോയേ. ചേച്ചിക്ക് ബസ്സുണ്ടോ? എനിക്ക് ബസ്സുണ്ടോ? ചേച്ചിക്കോ? ചേച്ചി കണ്ടോ? ബസ്സില്ലടി അവൾക്ക്. അവള് മറ്റേ സ്കൂൾ ബസ്സിനാ പോകുന്നത്. നിനക്ക് ബസ് വരണ്ട, എനിക്കറിയത്തില്ല. ഇന്നലെ നീ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ ജയ അല്ല നാരായണ ബ്ലൂ ബസ്സിനാ. ശാമ്പവി ഒന്നില്ല. എന്നാ ചെയ്യണ്ട? ഞാൻ ഇപ്പൊ നീ കയറി പോയി കഴിഞ്ഞ അത് എനിക്കറിയാവോ? അത് വണ്ടി ബ്രേക്ക് ചവിട്ടി വരുന്നതിൻ്റെ മണം. അങ്ങോട്ടാ പോണ്ടെന്ന് ആലോചിക്കുക. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. കേട്ടോ പ്രാന്ത് പിടിച്ച് നടക്കുക. ഒന്നുമല്ല സ്കൂള് ബസ് സ്റ്റാൻഡിൽ പോകണം. ബസ് സ്റ്റാൻഡിൽ ഞാനെന്നാൽ ഹോസ്പിറ്റലിലോട്ട് രാവിലെ പോകാൻ ഓർത്തിരുന്നപ്പോഴേക്കും നാത്തും വിളിച്ചിട്ട് പറഞ്ഞു 3 മണി കഴിയുമ്പോഴാണ് ആൻജിയോഗ്രാം ചെയ്യുന്നത്. ചേച്ചി ഇപ്പോൾ വന്നാലും വെളിയിക്കേണ്ടി വരും, അല്ലെങ്കിലും വെളിയിക്കേണ്ടി വരും, കാണിക്കത്തൊന്നുമില്ല നമ്മളെ. അപ്പം അന്നേരം ഞാൻ ഇപ്പോൾ 2 മണിയാകുമ്പോഴേക്കും ശാമ്പവിയുടെ സ്കൂളിൽ പോകണം, കാരണം ഡോക്ടർ വരുന്നത്. അപ്പോൾ അവളെ ആദ്യമായിട്ട് അവിടെ അഡ്മിഷൻ അവൾ കയറി കഴിഞ്ഞാൽ പിന്നെ പുതിയ ന്യൂ അഡ്മിഷൻ അല്ലേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഉള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച്, ജനിച്ചപ്പോഴുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം. അപ്പം എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി 2 മണിക്കത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരത്തെ ആണെങ്കിൽ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ കോട്ടയത്തോട്ട് പോകണം, ഇല്ലെങ്കിൽ നാളെ വന്നാൽ മതിയെന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നെ ഇതെന്ത് കഴിഞ്ഞ് ഇവിടെ എല്ലാം കൂടെ വൃത്തിയാക്കി ശരിയാക്കണം. അത് പോയി.
വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഈ വീടിൻ്റെ മേളിൽ ഓടിൻ്റെ മേളിൽ വെള്ളം കയറിയതാണ്. ആ മാറിയതാണോ എന്തോന്നോ, ചിലപ്പോഴേ കാണും. തെളിച്ചോണ്ടല്ലേ, ഉച്ച കഴിയുമ്പം അറിയത്തില്ല. മറ്റേ ടീമിൻ്റെ വീട് ഇവിടെയാണ്. ഇന്ന് പൈസ തരാമെന്നല്ലേ വിളിച്ച് പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ലേ, ഇങ്ങോട്ട് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കും വിളിച്ചു പറയാം പൈസ പണിയുണ്ട് പൈസ. വീഡിയോ കണ്ടിട്ടാണോ എന്താണോന്ന് അറിയില്ല. എന്തായാലും ഇന്നിപ്പോൾ എന്നാൽ ചോദിക്കേണ്ട ആവശ്യമില്ല, ഇന്ന് തരാമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് തരുമോ നോക്കാം, നാളെ പിടിക്കാം. എറണാകുളത്തൊക്കെ വെള്ളപ്പൊക്കം അതാന്നൊക്കെ പറഞ്ഞ് വാർത്ത കണ്ടു. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസം ഒന്നും വന്നിട്ട് കണ്ടില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒന്നും വന്നിട്ട് കണ്ടില്ല. ഇന്നലെ അല്ല, ഒരാഴ്ച മുമ്പാ. വൈകുന്നേരം ആകുമ്പോ ഇല്ലായിരുന്നു. ആ മേടിച്ചായിരുന്നു. പടുതാ മറ്റേ ആ കളവുള്ളതില്ലേ, അത് മേടിക്കാൻ വേണ്ടി പോയത്. ആ അതെ അതെ ശരി. അവിടെ പൈപ്പ് കണക്ഷനൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെയാണ് കണക്ഷൻ പോയേക്കുന്നത്. അതിൽ കൂടെ വെള്ളം ചീറ്റി പോവുക. അതിവിടെ അറിയിച്ചായിരുന്നു വെള്ളം പോകുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ അതങ്ങോട്ട് വണ്ട് കുത്തിയതാണെന്നാണ് പറയുന്നത്. വണ്ട് കുത്തിയിട്ട് അങ്ങനെ പോകുന്നതാണ്. എന്നായാലും ദിവസം നല്ലൊരിടങ്ങടി വെള്ളം പോകുന്നുണ്ട്. ഇപ്പോൾ മഴ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ല. വൈഫൈ ഇല്ല കേട്ടോ. എന്ത് പറ്റി? ചെറിയ വെയിലൊക്കെ കാണുന്നുണ്ട്. വിശ്വസിക്കാൻ കൊള്ളത്തൊന്നുമില്ല. ഇപ്പം തന്നെ വേണം പെയ്യാൻ. കുറച്ച് പണിയുണ്ട്, അതൊക്കെ തീർത്തിട്ട് വേണം ശാന്തയുടെ സ്കൂളിലോട്ട് പോകാൻ. വേണ്ട ആ പിടിക്കണോ അത്? മരം ആ ചെറിയാഞ്ചേട്ടൻ്റെ അവിടുത്തെ പഞ്ഞി മാത്രമേ പോയുള്ളൂ. അപ്പോൾ വീട്ടിന് ഷീറ്റൊക്കെ രണ്ടു മൂന്നെണ്ണം പറന്നു പോയായിരുന്നു. പറന്നു പോയില്ല, കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത് തങ്ങി നിന്ന് മാറിയിട്ട് വെള്ളം വീണ അകത്തല്ല. ആ വൈഫൈ പോയോ? അതിനാ റെഡാണോ? അവിടെ ലൈറ്റിനെ അതൊന്നും നോക്കിയില്ലേ? നോക്കിയതല്ല, അറിയത്തില്ല.
അതിനാണ് 2 ദിവസമായി. എവിടെ ഇട്ടാണോ മിന്നി മിന്നി നിൽക്കാം മറ്റേത് എവിടെ മിന്നി അല്ലേ അത് എപ്പോഴും നിൽക്കുന്നത്? ഞാൻ ഷെബിയുടെ അവിടെ കൂടെ പോവാ. ചെറിയ വയറിങ് ഉണ്ട്. പെട്ടെന്ന് പേടിക്കുമല്ലോ. പോയിട്ട് ആ അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതേപടി കൊണ്ടുപോകും. ഒന്നും കുഴപ്പമില്ല. അല്ല അത് മാറ്റിയായിരുന്നു. എന്തുവാ ഈ ഇങ്ങനത്തെ അതൊന്നും പറ്റിയായിരുന്നു. കേബിളായിരുന്നേ കിറ്റ് കെട്ടിയപ്പോ ആ കേബിൾ വെച്ച് കെട്ടി വെച്ചു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ മുറിക്കേണ്ട വന്നു. മഴക്കാർ പോകാന്ന് വെച്ചാൽ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. കണ്ണാടി നോക്കട്ടെ. സ്കൂളിൽ പോകണം. ശംഭവിയുടെ സ്കൂളിൽ മുടി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഇരിക്കത്തില്ല. മുടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒരു കണ്ടമ്പഴി പോകുന്നു. ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് വെക്കുക. ബസ്സിലോട്ട് കണക്ക് ഓടോ ബസ്സിലോട്ട് കയറി കഴിയുമ്പോഴല്ലോ പോകുന്ന വഴി അറിയത്തില്ല. ഇതിനകത്ത് നോക്കിയിട്ടൊന്നും കാണത്തില്ല. ഇവിടെ ചെറിയൊരു കണ്ണാടി പോയി. കളർ അടിച്ച കളറുണ്ട്, വന്ന കളറുണ്ട്, നിന്ന കളറുണ്ട്. കളറൊക്കെ പോയി. ഞാനിപ്പോൾ പോവാം. എന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും എടുക്കാനുണ്ടോ ഇവിടുന്ന് നോക്കട്ടെ. കുട എടുത്തു. കുട അവിടെ ഉണ്ട്. ഒന്നുമില്ല. ഇപ്പോൾ പോയേക്കല്ലേ. താക്കോലെടുത്തില്ല. ഇവിടെ ആയിരുന്നു താക്കോൽ. ഞാൻ അവിടെ വെച്ചിട്ട് വന്നു. ഇപ്പോൾ ഫാനും പൂവും അല്ല ലൈറ്റും പൂട്ടാൻ ഇച്ചി പാടാണ്. പൂട്ടട്ടെ. ഓക്കെ. ഇരിയൊന്നുമില്ല എങ്കിലും പൂർത്തിയാക്കണം. കുറേ വണ്ടി അപ്പുറത്തോട്ടോ കുറേ അങ്ങോട്ടില്ല. ജനലടയ്ക്കും. അവിടെ വന്ന ആളെല്ലാം നനയും. കുറെ എടുക്കണോ? ബാഗിനകത്ത് വെച്ചപ്പോഴേക്കും അതേ മഴക്കാർ വെള്ളം എടുക്കേണ്ടി വരും തോന്നുന്നു.
പോയേക്കല്ലേ. പോയിട്ട് വരാവേ. എന്തോ ഒക്കെ എടുക്കാൻ മറന്ന പോലെ ഒരു തോന്നൽ. സ്റ്റാൻഡ് ചെല്ലുന്നിടം വരെ മഴയായിരുന്നു. മതിയായിരുന്നു. അമ്മോ എന്തൊക്കെയോ വെച്ച് കേൾക്കുന്നുണ്ടോ? എൻ്റെ കൃഷ്ണ, സിംബ എന്തി? സിംബ പോയോ? സിംബ അവൻ പോയി കേട്ടോ. ഇത് കണ്ടോ? അതും പൊട്ടിച്ചിട്ട് അവൻ അവൻ്റെ വഴിക്ക് പോയി. എൻ്റെ ദൈവമേ. സിംബ സിംബ ഓ ഇത് സമയമില്ല. ഇനി അവനെ നോക്കി നിന്നിട്ട് എവിടെയോ പോയി തണ്ടാൻ. ഷെടാ ഇതെന്തുവാണിത്? ഒരു അനുസരണ ഇല്ലാത്തൊരു സാധനം. അവിടെ എങ്ങാണ്ട് അപ്പുറത്തെ പെട്ടിയത്. എന്താ ഞാൻ പോട്ടെ, എൻ്റെ സമയം പോകും. ചേട്ടാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടുകാരൻ്റെ കൂടെ. ഇതാണ് കൂട്ടുകാരൻ്റെ വീട്. അവിടെ അങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നാവാ. അതുകൊണ്ട് ഇവിടെ നിന്ന് പെയിൻ്റടി അതാരാ വേറെ ആരാണ്? വേറെ എന്തേ ശാമ്പവിയുടെ സ്കൂളിലോട്ട് വന്നതാണ്. നല്ല രസം കേട്ടോ. അതിങ്ങനെ ഒരു ഇതായിരുന്നു. ഞാൻ ഒറിജിനൽ ഡ്രസ്സ് അത് പറ. നല്ല രസമല്ലോ. നല്ല അടിപൊളി ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. സോറി. ഏഞ്ചൽസ് ചിൽഡ്രൻസ് പാർക്ക്. ശമ്പളമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ടാവും അല്ലേ? രണ്ട് മണിക്ക് അല്ല പറഞ്ഞത്. നേരത്തെ എന്നുവെച്ചു. എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടെ കൊടുക്കാനുണ്ടായിരുന്നേ. അവളുടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു. ശാമ്പയുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ച് ജനിച്ചപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും വയറ്റുള്ളപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഒരു വലിയായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തോ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ സംഭവം പറഞ്ഞു. എൻ്റെ സമയം ഇത് തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു വന്നതുള്ള വാലിനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഡോക്ടർ കുറേ കാര്യങ്ങൾ എനിക്ക് ഇതുപോലെ പറഞ്ഞു തന്നു, ഉപദേശിച്ച് തന്നു. എന്നോട് ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ? ഇയാൾക്ക് ഒക്കെ ഇങ്ങനെ വളർത്താനുള്ള കഴിവൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈശ്വരൻ അങ്ങനെ തന്നതെന്ന്. അതായത് ഒരു കഴിവ് എല്ലാവർക്കും കൊടുക്കില്ല. നിങ്ങൾ അടുത്തുള്ള വീട്ടിലെ ഒരു കുട്ടി അതിനൊക്കെ എന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ അത് വളർത്താനുള്ള ഒരു പവറില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്കത് എന്നുള്ള പവറുള്ളത് കൊണ്ടല്ലേ ഈ മാലാഖയെ കൊടുത്തതെന്നാണ് പറഞ്ഞത്. കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് എന്നാ പറയുന്നത്, അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു
ഫീൽ തോന്നും കേട്ടോ. നല്ല പ്രായമുള്ള ഡോക്ടർ, ഒരു ലേഡി ഡോക്ടറായിരുന്നു. ഡോക്ടറുടെ മകൻ്റെ മകൻ്റെയാണോ മകനാണോ മകന് ഇതുപോലെ ഈ പ്രായം തന്നെയാണ്, ഓട്ടിസമാണ്. അപ്പോൾ ഡോക്ടർക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം അറിയാം. എന്നുവെച്ചാൽ കാര്യങ്ങളുള്ള കുട്ടികളെ ചികിത്സിക്കുന്നത് മാത്രമല്ല, വീട്ടിൽ തന്നെ ഒരാളുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഓരോ കാര്യങ്ങൾ, അവൻ്റെ കാര്യങ്ങളും പറയുമായിരുന്നു. ഇവള് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇച്ചിരി എന്താ പറയുക, ഇച്ചിരി ഇത് കാണിച്ചു, ഒരു കുസൃതി പോലെ. ഞാൻ പറഞ്ഞു വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല അവൾക്ക്. അപ്പം പറഞ്ഞ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഇതാണ് ഈ കാണിക്കുന്നത്, അവളെ ശ്രദ്ധിക്കണം എല്ലാവരും. അതാണ് അതിന് വേണ്ടിയുള്ള പരിപാടി കാണിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്തും ചോദിച്ചറിയുന്നതിനേക്കാൾ നല്ല ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞും കൂടെ തന്നു. അങ്ങനെയാണ്. പ്രോഗ്രാം വന്നു. എന്തിയാ വന്നില്ലല്ലേ? സിംബ വന്നില്ലല്ലോ. സിംബ ആ ആ ആ ആ നിനക്കിട്ടുണ്ടടാ, നിനക്കിട്ടുണ്ട്. നീ എവിടെ തെണ്ടാൻ പോയതാടാ? നീ എവിടെ പോയതാ? ഞാൻ അവിടെ പോകുമ്പോൾ നീ ഇല്ല ഇവിടെ. നിനക്കിട്ടുണ്ടാ? നിന്നോട് ഇവിടം വിട്ട് പോകല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? കെട്ടും പൊട്ടിച്ച് നീ പോയല്ലേ? നിനക്കിട്ടുണ്ടടാ ഇന്ന്, നിനക്കിട്ടുന്നുണ്ട്. മേടിച്ച് കിട്ടിക്കോ കേട്ടോ. ആ മേടിച്ച് കിട്ടിക്കോ. ആ മതി വാല ഒത്തിരി ആട്ടണ്ട, പറഞ്ഞു പോവും. ഇവിടെ ആരുമില്ല. നാരായണി വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴിറങ്ങി വന്നേനെ. നാരായണി വന്നിട്ടില്ല. എൻ്റെ അമ്മേ, ഞാൻ പൂട്ടിയ കഥ അതുപോലെ തന്നെ ഉണ്ട്. ആരും വന്നിട്ടില്ല. എൻ്റെ അമ്മച്ചി. എങ്ങോട്ടാ ഇനി അടുത്ത ചാട്ടത്തിന്? ഇവിടെ മലയാണ്, ഇനിയും വരത്തില്ല. മഴ തോളുന്നുണ്ട് കേട്ടോ. ആരാണ് ഇതുവരെ വന്നില്ല. മഴയ്ക്ക് മുന്നേ പെണ്ണ് വരാനുള്ളതിന്. ഇന്നലെ ഇന്നുമായിട്ട് ഇതില്ല, എന്തുവാ, സ്കൂൾ ബസ്സില്ല. കാരണം പിള്ളേർ കുറവാണ്. അവരുടെ കലോത്സവം എന്തൊക്കെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിള്ളേർ കുറവായതുകൊണ്ട് എൻ്റെ പ്രാക്ടീസാണ്. ഇപ്പോൾ നാളെയാണ് കലോത്സവം. അതുകൊണ്ട് പിള്ളേരില്ലാത്തത് കൊണ്ട് 2 ദിവസമായിട്ട് സ്കൂൾ ബസ് ഇങ്ങോട്ടില്ല. ലൈൻ ബസ്സിലാണ് വരുന്നത്. സമയം 4:56. ലയിച്ചു പോവുക ഉറങ്ങാത്തോണ്ടേ. താമസിച്ചോന്ന് ഇതുവരെ കമ്മല് കിട്ടിയില്ലേ? നല്ല രസമുണ്ട്. 2 ദിവസമായപ്പോഴേക്കും മുഖമൊക്കെ നല്ല സുന്ദരിയായിട്ടല്ലോ. പിന്നെ ഈ അധ്വാനം. ഇല്ല, പണിയുണ്ട്. ആ ഡ്രസ്സ് മാറിയിട്ട് കഴുകാൻ ഇടണം. ഇല്ല, എനിക്ക് പണിയുണ്ടോ? ഇല്ലെന്നേ, നോക്കാം. നിൽക്കേ എടാ, നിന്നെ കാണുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നിനക്ക് കിട്ടുന്നുണ്ടടാ, ഉണ്ടടാ. കെട്ടും പൊട്ടിച്ച് പോയേക്കുന്നു. കൊടുക്കും. അവള് വന്നു. ഇത് നാളല്ലേ പെൺപിള്ളേർ അടിയും കൂടെ നടക്കാനായിട്ട് ഇല്ലേ? അങ്ങോട്ട് കയറിച്ചല്ലോ. ഇനി അവൻ്റെ കൂടെ കൊത്തുകൊണ്ടു.
ചേട്ടാടാ വേണ്ട കേട്ടോ, അതൊന്നും വേണ്ട. ഞാൻ വഴക്ക് പറയാം, നമ്മൾ നീ പറയണ്ട. ആ അല്ല സിംബ, തെണ്ടാൻ പോയല്ലേ? താഴത്തെ വീട്ടിലെ ചേട്ടൻ പറഞ്ഞു നീ തെണ്ടാൻ പോകുന്ന കണ്ടെന്ന്. ആ താഴോട്ട് പോകുന്ന കണ്ടെന്ന്. എന്നിട്ട് പറഞ്ഞ എന്നാന്നറിയോ? അതാ അതിൻ്റെ ഗുണം കാണിക്കുമെന്ന്, നാടൻ പട്ടിയല്ലേന്ന്. നീ നീ നിൻ്റെ വർഗത്തിന് എന്നെ ഒരു ഇതാക്കിയില്ലേ, നാണക്കേടാക്കിയില്ലേ? നാടൻ പട്ടിക്ക് എന്നാ കുഴപ്പം പറ? ശങ്കരാ വേണ്ട വേണ്ട, നിനക്ക് നാണമില്ലടാ അവൻ്റെ ആടി കൊള്ളാനായിട്ട്. ഇനി മേലെ ഇവിടെ നിന്ന് അങ്ങനെ പോയി നാണക്കേട് ഉണ്ടാക്കിച്ച പറഞ്ഞേക്കാം. ഡാ കൂട്ടിപ്പോടാ, ഇവിടെ കിടന്ന് തല്ലുകൊള്ളാതെ. പോയേക്കുന്നവൻ രണ്ടാൻ. അല്ലേ രാവിലെ ആകുമ്പോൾ തന്നെ ആയിരിക്കും. ഇതാണ് വള. ഇതെന്ത് വളയാ? ഗോൾഡന്റെ ചുമ്മാ. നല്ല ഒരെണ്ണം എടുക്കണ്ട, പിന്നെ ആൾ ഉപയോഗിക്കാമല്ലോ. മാതാവേ, ഇത് തിരുവാതിരക്ക് ഉപയോഗിക്കുന്ന ഇതാ. ഇതെന്നാ? അൾത്ത 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 കൈയിട. നീ ഭയങ്കര ഇഷ്ടമാണ് സാധനം. പിന്നെ ജിമിക്ക് എന്തേടി? ജിമിക്ക് എന്തിയേ? ഇതാണ് എൻ്റെ വേറെ തിരുവാതിരയുടെ ബ്ലൗസ്. ഇത് സെറ്റ് സാരി. ഇതെൻ്റെ. ഇത് നിന്റെ. ഓരോരുത്തരുടെ ഓരോന്നെന്ന് വെച്ചാൽ സെയിം സാധനം മണ്ടയിൽ മാറും. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് സൂപ്പറാ. ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്കൊന്ന് തരണേ, ചുമ്മാ ചുരിദാറിൻ്റെ കൂടെ ഇടാനായിട്ടെ. എൻ്റെ പൊന്നെ എനിക്ക് വേണ്ട. എത്തോ എൻ്റെ ഈശ്വര ദൈവമേ. എന്നടി സിത്തിരം. അതേ വരുന്നു, ആ പണി നടന്നു. അവിടെ നിന്ന് തിരിഞ്ഞ് വന്നാൽ പോരെ. എന്നെ നീ കണ്ടില്ലേ? നീ പോവാണോ? ആരാ? പിന്നെന്താ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോന്നെ? അമ്മയുടെ പേരെന്നാടി? അമ്മയുടെ പേരെന്നാ? നിന്റെ കൂടെ പഠിക്കുന്നത്? ഇവിടെ ഷെബിയണച്ചിയുടെ വീടാണ്. ഷെബിയണച്ചിയുടെ വീട് ഇത് ആ താഴെ കാണുന്നത്. ഞങ്ങളവിടെ വയറിങ് പണിയായിരുന്നു. ഇത് വേറെ വീട്, അത് വേറൊരു ചേട്ടൻ്റെ വീടാണ് മേളിൽ. അത് അണ്ണച്ചിയുടെ വീട്, ഷെബി അണ്ണച്ചി. കപ്പ കപ്പ എവിടുന്നാണ്? ഇതിൻ്റെ സ്കൂളിൽ കപ്പയൊക്കെ ഉണ്ടോടി? പാലോ? പാല് നാരായണൻ മേടിച്ചോണ്ട് പോയി.
ഇവിടെ ഇപ്പം അതിലും വലിയ വള്ളിയാണല്ലോ. ശ്യാമളമ്മയൊന്നുമില്ല. അങ്ങോട്ട് വരണോ? നമുക്ക് ബൈക്ക് സ്കൂട്ടറിന് പോയാലോ? സ്കൂട്ടറിന് പോയാലോ? ഇപ്പോൾ വരും ഇപ്പോൾ വരും. ഇത് ഷെബിയാനച്ചിട്ട് വീടാടി. അത് തുറക്കത്തില്ല. കാല് കുടുങ്ങിപ്പോയോ? അങ്ങോട്ട് അപ്പുറത്തെടുത്തത് നിൽക്കുക. ഇവിടെ സെറ്റ്. ഈ കാല് ചെരുപ്പിട്ടെ. ഇവിടെ ചവിട്ടിക്കോണേ. ചവിട് കയറിയില്ലേ ഇങ്ങോട്ട്? അവിടെ ചവിട്ടി മുമ്പോട്ട് കയറിയില്ലേ? ആദ്യമല്ലേ കയറി. മതിയോ? വീട്ടിൽ പോയാൽ മതി. കപ്പ ഇല്ലണോ? ആ കപ്പ കാലവിടെ അല്ലേ? എടി അത് ചവിട്ട്. ചവിട്ടിപ്പിടി മാറ്റില്ല കാല്. ചവിട്ടി പിടിച്ചോ? ചവിട്ടി പിടിച്ചോ? പിടിച്ചു. ആ ഗ്രിപ്പയിലല്ല അതിൻ്റെ ആ ഷെയ്ഡ് വരുന്നത്. അത് ചിലപ്പോൾ കുറയുമായിരിക്കും. ഇങ്ങനെ ചോറിന് കറിയാ? എന്നും സാമ്പാറോ അടി? തക്കാളിക്കറിയോ? മാറ്റി പിടിച്ചോ? ആ പിന്നെ ആണോ? രണ്ടോ ഇടയ്ക്കൊക്കെ ഉണ്ട്. ബിരിയാണിയൊക്കെ ഉണ്ട് ഇടയ്ക്ക്. നമ്മൾ എന്നെ കൊടുത്താലും തിന്നോളും. കഴിച്ചോളൂ. ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കിട്ടിയാൽ മതി. ആരോടാ പറയുന്നത്? കാല് ഇതിലോട്ട് താക്കാലെന്ന് പറഞ്ഞില്ലേ ഞാൻ? ആരാന്ന് നീ തന്നെ പറയുവാണോ? നിനക്ക് ഇതെല്ലാം ഇറങ്ങുന്നില്ലേ? ചെരുപ്പൊക്കെ ഊരി കളയുവാണോ? അങ്ങോട്ട് ചാട്. ഇറങ്ങുന്നില്ലേ? ഒരു ചെരുപ്പം തേടി കളഞ്ഞോ? ആ ഉണ്ടോ? നീ ഉണ്ട്. പിന്നെ ഓടിക്കും. അയ്യോ പോയോ? മീനുണ്ടോ? മീൻ മേടിക്കണ്ടേ നീ? താങ്ക് യു. എന്നതിന് അണച്ചു കൊണ്ടുവിട്ടാനാണോ? ഓ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടേ സ്കൂളിൽ വെച്ച്. മാത്ത് പറക്കണ കാക്കയ്ക്ക്. കപ്പൻ കിളിയാണേ. വെട്ടി വെച്ചാ മതിയോ? അതെ തെണ്ടിട്ട് ഇവിടെ കൊണ്ട് താഴ്ത്തി ചേട്ടാൻ അതിൽ കൂടെ എല്ലാം പോയി നടപ്പുണ്ടായിരുന്നു. ഞാൻ കെട്ടിയിട്ടില്ല. ഞാൻ ഒന്ന് കെട്ടിയിട്ടാ നോക്കൂ. ഒരെണ്ണമുണ്ട്. ആ ശ്യാമകേന്തേ ഇവിടെ ഓടിക്കോ അങ്ങോട്ട് ഓടിക്കേ. അവിടെ അടുത്ത് പോ. ഞാൻ ഈ സാധനം കൊണ്ടുപോയിട്ട് അവിടെ അടുത്ത് പോടി. അതെല്ലാം വലിച്ചു പറിക്കടിയാ ബട്ടൺസ് എല്ലാം.
നാരായണ ഇനിയിപ്പോ എനിക്ക് എന്നാ കഷ്ടം. ഇതിപ്പോ എനിക്ക് എൻ്റെ അത്യാവശ്യത്തിന് മറ്റേ പോയി ഡാൻസ് കളിച്ച പോലാണല്ലോ. നമ്മളൊന്ന് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കപ്പയും മീനും ഊരി. എന്നാ വെട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ അടുക്കളയോട് വരണം. അന്നേരം വെട്ടിലേക്ക് വരുള്ളൂ. നിക്കർ ശരിക്കട്ടെ. ഓ എന്താ പൊന്നോ, പോകുമ്പോഴും വരുമ്പോഴും ഒരു യുദ്ധമാണ് ഇവിടെ. യുദ്ധം പോരാ. യൂണിഫോം കൊണ്ടുവരുത്തി കൊണ്ടിട്ടേക്കുന്നുണ്ടോ? നാരായണിയെ യൂണിഫോം കൊണ്ടുവെക്കോ. നാരായണി കൊണ്ട് വെട്ടുകേക്ക് തരാം. തലക്കിട്ട് അതൊക്കെ എടുത്ത് വേസ്റ്റ് അതുകൊണ്ട് കളയാൻ വേണ്ടി വന്നത്. ടി വി വെക്കാം. അലയടിച്ച് ഇവിടെ നിന്ന് കാണാവേ. അത് ചുമ്മാ ഇതാ നീങ്ങി വിളിച്ച് അത് വെട്ടുകേക്ക് ഇന്നെ. അവിടെ പോയിരുന്നേ, കുഞ്ഞവിടെ പോയിരുന്നേ, അമ്മ എടുത്ത് തരാം. ഓക്കെ. നിങ്ങളുടെ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഏഞ്ചൽസ് വില്ലേജ് ഇല്ലേ? ഏഞ്ചൽസ് വില്ലേജിലെ അല്ല ബേക്കറി അത് തന്നെ, അവരുടെ ബേക്കറി ഇല്ലേ അവിടുത്തെ? ഓർക്കുന്നില്ല ഒരു ബേക്കറി ഇല്ലേ സ്കൂളിൽ തുടങ്ങുന്നിടത്ത്? ആ ബേക്കറിയിൽ നിന്ന് മേടിച്ചത്. ഡോക്ടർ ആടി അത്. ആ അമ്മ ഡോക്ടറാ. കണ്ടു മനസ്സിലായില്ല? അങ്കിളല്ല വന്നത്, ആൻറ്റി പ്രാവശ്യം വന്നേ. അമ്മയാര്? അമ്മയ്ക്ക് ഡോക്ടർമാർക്ക് പ്രായം ചെല്ലാൻ പാടില്ലേ? സൂപ്പറാണോ അത്? സ്കൂളിൽ വന്നത് അത് ആൻറ്റി, അത് ഡോക്ടറായിരുന്നു. അപ്പ എന്തേ നീ കാണുവാന്ന് പറഞ്ഞോണ്ട് മണേരി ഇടില്ലേ? ഇല്ലേ? കേട്ടല്ലോ. എനിക്ക് അങ്ങനെ ഇതിനകത്താ. അപ്പം മേടിക്കാൻ വേണ്ടി പോയത്. എവിടെ പോയി? കാണുന്നില്ലല്ലോ. എവിടെ? അവിടെ ഉണ്ട്. കയറി വരുന്നു. കണ്ടോ? എടി അങ്ങോട്ട് താഴെ പോന്നിയാ. ആരാട്ടാ? അതല്ല. അവിടെ വെക്ക് മോനെ. മുള്ളുകുത്തി അവിടെ വെക്ക്. എടി അവിടെ വെക്ക്. കഴിക്കേ.